മുഖ്യമന്ത്രിയുടെ കയ്യിലെ കൊടിയുടെ കാര്യത്തിൽ തീർപ്പില്ലാതെ ബി.ജെ.പി. പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം തിരിച്ചെത്തി. നേരത്തെ പ്രതിഷേധത്തിന്റെ വിവരം പങ്കുവച്ച് ബി.ജെ.പി. കേരള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അനുകൂല ഫലമുണ്ടാകുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവർ. നിലമ്പൂരിൽ മുൻ വർഷങ്ങളെക്കാൾ അധികം പോളിംഗ് നടന്നെന്നും അൻവർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു ഫലിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ ആവേശപൂർവ്വം ജനങ്ങൾ വോട്ട് ചെയ്തെന്നും അൻവർ പറഞ്ഞു. തനിക്ക് ഏറ്റവും പിന്തുണ ലഭിച്ചത് സ്ത്രീ വോട്ടർമാരിൽ നിന്നാണെന്നും 75,000 വോട്ട് വാങ്ങി താൻ ജയിക്കുമെന്നും അൻവർ പറഞ്ഞു. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ലയത്തിൽ നിന്ന് 300 മീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞിനെയാണ് പുലി പിടിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ മനോജ് ഗുപ്ത മോണിക്ക ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി രഞ്ജിനിയെയാണ് പുലി കടിച്ചുകൊണ്ടുപോയത്. പാതി കഴിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെതിരെ തലസ്ഥാനത്ത് വീണ്ടും SFI ബാനർ. ആയുർവേദ കോളേജിലാണ് SFI ബാനർ കിട്ടിയത്. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റുമടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്നാണ് ബാനറിൽ എഴുതിയിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. തളിയിലെ ജൂബിലി ഹാളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പിന്നാലെ SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് എത്തി ഇരു വിഭാഗത്തെയും പിടിച്ചു മാറ്റി. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന വിവാദ പരാമർശത്തിൽ ബി.ജെ.പി. മുൻ ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജിനെതിരെ പരാതി നൽകി കോൺഗ്രസ്. ശിവരാജിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കടുത്ത ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. നാളെ മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ കയലോട് സദാചാര വിചാരണയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് ആൺസുഹൃത്ത്. 3.5 വർഷം മുൻപ് പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും സാമ്പത്തിക ഇടപാടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നും യുവാവ് പോലീസിന് മൊഴി നൽകി. ബി.ജെ.പി. പുതിയ ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാലാവധി കഴിഞ്ഞതും JP നദ്ദ അധ്യക്ഷ സ്ഥാനത്ത് തുടരവെയാണ് പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി.ജെ.പി. മുൻ അധ്യക്ഷനുമായ അമിത് ഷാ വ്യക്തമാക്കിയത്. ദേശീയ തലത്തിൽ മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പാക്കില്ലെന്നും അമിത് ഷാ വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ സമാധാന ചർച്ചകൾക്കായി US-നെ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ട്രംപിന്റെ അത്തരം ചർച്ചകളെല്ലാം ഇസ്രയേലി ആക്രമണങ്ങളെ മറച്ചു പിടിക്കാനാണെന്നും മന്ത്രി പ്രതികരിച്ചു.